സ്തുതിയായിരിക്കട്ടെ. 5:10 പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ പെർഫെക്ഷനിൽ നോക്കുന്നവരാണ്. നമ്മുടെ കഴിവ്, ബുദ്ധി, യുക്തി, അധ്വാനം, ശ്രദ്ധ എല്ലാം ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യം, അതിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കുകയും നമ്മളെ സമർപ്പിക്കുകയും ചെയ്യണമെന്ന് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 33-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായ കാര്യങ്ങൾ: സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല, കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല. 16 മുതലുള്ള തിരുവചനങ്ങൾ. പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ്. അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ പടക്കുതിരയുണ്ട്, രാജാവാണ്, സൈന്യബാഹുല്യമുണ്ട്, കരുത്തുണ്ട്, എല്ലാം ഉണ്ട്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതെല്ലാം ഉണ്ട് എന്ന് കരുതി അങ്ങോട്ട് ജയിച്ചു കളയാം, എല്ലാം ആയി എന്ന് കരുതരുത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. കർത്താവിന്റെ കടാക്ഷം ലഭിക്കണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിൽ ശരണം വയ്ക്കണം. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. അങ്ങനെ ദൈവത്തിൽ ശരണം വയ്ക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. മറ്റൊന്നുമല്ല സഹായത്തിന്റെ, രക്ഷയുടെ അടിസ്ഥാനം. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുക, കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുക, കർത്താവിന്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുക, കർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു, എന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുടുംബമേ, നീ ഇന്ന് ഏത് പ്രതിസന്ധിയിലൂടെ, വേദനയിലൂടെ കടന്നു പോവുകയാണെങ്കിലും കർത്താവിന്റെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കാൻ സങ്കീർത്തകൻ നമ്മളെ ഉത്തേജിപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബമേ, നമ്മുടെ പ്രത്യാശയുടെ ഉറവിടം കർത്താവ് മാത്രമാകട്ടെ. കർത്താവിൽ പ്രത്യാശ വയ്ക്കാൻ, ശരണം വയ്ക്കാൻ, കർത്താവിന്റെ കരുണാകടാക്ഷം ഉണ്ടാകാൻ തക്കവണ്ണം ആത്മാവിൽ എളിമയും സമർപ്പണവും, കാത്തിരിപ്പിന്റെ സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവമാണ് എല്ലാ നന്മകളുടെയും ഉറവിടമെന്ന് ഏറ്റുപറയാൻ. ബാക്കി എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദാനമായി ലഭിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. ഇങ്ങനെ നിരന്തരം ഏറ്റുപറഞ്ഞ് എല്ലാ അധ്വാനങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ കഴിവുകളും, എല്ലാ നേട്ടങ്ങളും എല്ലാം ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക്, ദൈവത്തിന്റെ കൃപയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിനാൽ നയിക്കപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ജീവിതത്തിനായി നമ്മളെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. അഞ്ചപ്പം ശ്രമിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി അയച്ചു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ദൈവത്തിന്റെ, ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകളും അഭിഷേകവും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.